ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനാണ്, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫർ കൊടുക്കാറുണ്ട്. അദ്ദേഹം 365 ദിവസവും ആദായ വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് നോക്കിയിട്ടുണ്ടാവും. ആ ബോർഡിൻ്റെ ഫ്രണ്ടിൽ കുറേ തുണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇത് അദ്ദേഹം ഓഫറുകളിലൂടെ വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അത് റിസ്ക് കുറച്ച് കുറവാണ്. അവർ ആദ്യം തന്നെ പൈസ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതൊരു നല്ല ബൈയിങ് ആണോ മോശം ബൈയിങ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. നമ്മുടെ കസ്റ്റമർ അല്ലാത്ത പ്രോസ്പെക്ട്സ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആകുന്ന വ്യക്തികളെ നമ്മളിലേക്ക് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ്. നമ്മളൊരു വർഷത്തേക്ക് ഒരു മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കുകയാണ്. അതുകൂടാതെ എല്ലാ വർഷങ്ങളിലും അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു പ്രോ മെമ്പർ ആവുകയാണ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. എൻ്റെ ബിസിനസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സംരംഭം തുടങ്ങുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങളും ചില ബിസിനസ് ടിപ്സുകളും ചില ബിസിനസ് അവസരങ്ങളും ചില ബിസിനസ് ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു വീഡിയോകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓഫറുകളെ കുറിച്ചിട്ടാണ്. ഓഫറുകൾ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എസ്പെഷ്യലി ഒരു സംരംഭം തുടങ്ങിയ വ്യക്തിയും സംരംഭം തുടങ്ങാൻ പോകുന്ന വ്യക്തിയും മനസ്സിലുണ്ടാവുന്ന പെർസ്പെക്റ്റീവ് രണ്ടും ഡിഫറൻ്റ് ആണ്. എൻ്റെ മനസ്സിലേക്ക് ആദ്യ സമയങ്ങളിൽ ഓഫേഴ്സ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് കടന്നു വരുന്ന എൻ്റെ നാട്ടിലുള്ള ഒരു കൊച്ചു കടയായിരുന്നു. ഒരു ചേട്ടൻ, അദ്ദേഹം 365 ദിവസവും ആദായ വിൽപ്പന എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് നോക്കിയിട്ടുണ്ടാവും. ആ ബോർഡിൻ്റെ ഫ്രണ്ടിൽ കുറേ തുണികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇത് അദ്ദേഹം ഓഫറുകളിലൂടെ വിറ്റഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഓഫർ. നമ്മൾ ഇപ്പം കാലങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പം ആ ഓഫറുകൾ എന്നുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് എന്ന രീതിയിലേക്ക് അതിനെക്കാട്ടിയും കൂടുതൽ ഓഫറുകൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓഫറുകളെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏത് സ്റ്റേജിലാണ്, ആർക്കൊക്കെയാണ് നമ്മൾ ഓഫർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഓഫറുകൾ എന്നൊരു സംഭവം വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓഫറുകളെ കുറിച്ചാണ് പറയുന്നത്. ഓഫറുകൾ എങ്ങനെ ഉണ്ടാക്കാം, നല്ല ഓഫറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ ഓഫറുകൾ ഏതൊക്കെ കാറ്റഗറിയിലാണെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വെൽക്കം ടു വീഡിയോ. ഓഫറുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് സീരിയസ്ലി എങ്ങനെയാണ് ഒരു നല്ല ഓഫർ ഉണ്ടാകുക നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഓഫറിന് 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ്, ക്രിയേറ്റ് ആൻ ഓഫർ. ഒരു കൃത്യമായിട്ടുള്ള ഓഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ഓഫർ കസ്റ്റമറിന് മനസ്സിലാവുന്ന തരത്തിൽ അതിൻ്റെ ചുറ്റും ആ ഓഫറിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്പർ 2, രണ്ടാമത്തെ സ്റ്റെപ്പ്. കാരണം കൺഫ്യൂസ് ആവാൻ പാടില്ല. കാരണം നമ്മൾ എന്തിനാണ് ഓഫർ കൊടുക്കുന്നത്, ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആൾക്കാരെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത്. അപ്പം ആ ഓഫറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അത് മനസ്സിലാവാൻ വരുന്ന ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് മനസ്സിലായ വ്യക്തികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള വിവരങ്ങളും അല്ലെങ്കിൽ കോൾ ഓഫ് ആക്ഷനും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് പെട്ടെന്ന് ഫെസിലിറ്റേറ്റ് രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കണം. ഈ 3ഉം കൃത്യമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്താണ് ഒരു നല്ല ഓഫറായിട്ട് മാറുന്നത്. മിക്ക സമയങ്ങളിലും ചില സമയങ്ങളിൽ ഞാൻ കുറേ ആഡൊക്കെ കണ്ടിട്ടുണ്ട്. ആഡിനകത്ത് നമുക്ക് പെട്ടെന്ന് എക്സൈറ്റഡ് ആവും, പക്ഷെ നമുക്ക് എവിടെയാണ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മളോട് സ്റ്റക്ക്. അപ്പോൾ പർപ്പസ്ഫുള്ളി ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റർ ക്രിയേറ്റ് ചെയ്ത ഒരു കോണ്ടന്റ് അവിടെ അലിഞ്ഞില്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്ന സമയത്ത് ആ 360 ഡിഗ്രി ആ ഒരു 1, 2, 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി ഈ ഓഫറുകൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? നമ്മൾ പണ്ട് നേരത്തെ പറഞ്ഞ പോലെ സെയിൽസ് കൂട്ടാൻ വേണ്ടി മാത്രമാണോ, കച്ചവടം പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി മാത്രമാണോ ഓഫർ കൊടുക്കുക? അല്ല, ഓഫറുകളിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫർ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഓഫറുകൾ പ്രത്യേകിച്ച് നമ്മൾ സെയിൽസ് കൂട്ടാനോ പ്രോഫിറ്റ് കൂട്ടാനോ എന്നല്ല നോക്കുന്നത്. നമ്മൾ ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാനാണ്, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫർ കൊടുക്കാറുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്രീ ട്രയൽ, ഫ്രീ സാമ്പിൾ, ഫ്രീ ഡെമോ അല്ലേ, അല്ലെങ്കിൽ ഫ്രീ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 14-day ട്രയൽ പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഓഫറുകൾ പറയുന്നത് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓഫറുകൾ എന്നാണ്. ഈ കാറ്റഗറി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കാറ്റഗറി ആർക്കാണ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കസ്റ്റമർ അല്ലാത്ത പ്രോസ്പെക്ട്സ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആകുന്ന വ്യക്തികളെ നമ്മളിലേക്ക് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണിത്. നമ്മളെ പ്രൊഡക്റ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, വി ആർ ഗിവിംഗ് എ ഫ്രീ ട്രയൽ. നമ്മളെ പ്രൊഡക്റ്റ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, വി ആർ ഗിവിംഗ് എ ഫ്രീ സാമ്പിൾ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അത് റിസ്ക് കുറച്ച് കുറവാണ്. അവർ ആദ്യം തന്നെ പൈസ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് മിസ്റ്റേക്ക് ഇതൊരു നല്ല ബൈയിങ് ആണോ മോശം ബൈയിങ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പം ഇതിനെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് മാറ്റുന്നത്. അതായത് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള നമുക്ക് കൂടുതൽ റെസ്പോൺസ് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഓഫർ കൊടുക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ് ഫ്രീ ബീസ് കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ഫ്രീ ഗിഫ്റ്റ്സ്, ഫ്രീ ഡെമോ അല്ലെങ്കിൽ ഫ്രീ ട്രയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫർ ഉണ്ട്. ഈ ടൈപ്പ് ഓഫറാണ് നമ്മൾ ആക്ച്വലി ചിന്തിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പ്രോഫിറ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഓഫറുകൾ.
പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുള്ള ഓഫറുകൾ. എന്താണ് സംഭവം? നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം, ഐഫോൺ തന്നെ പറയാം. ഐഫോണിനകത്ത് ഐഫോൺ മിനി, ലൈക്ക് ഐഫോണിൻ്റെ ബേസ് മോഡൽ പ്ലസ് ഐഫോൺ പ്രോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ പ്രോ വെർഷനും കൂടി ഉണ്ട്. 3 കാറ്റഗറി ഓഫ് ഫോൺസ് ഉണ്ട്. ഇതിൽ കമ്പനിക്ക് നിങ്ങൾക്കറിയാം ഐഫോൺ ബേസ് മോഡലും അല്ലെങ്കിൽ ഐഫോൺ ലൈക്ക് ഐഫോൺ 14ഉം ഐഫോൺ 14 പ്രോയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ഫീച്ചേഴ്സിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പം 14 എടുക്കാൻ വന്ന ഒരു വ്യക്തിക്ക് 14 പ്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ വില്ലിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ടെങ്കിൽ പ്രീമിയം വേർഷനിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമുകൾ കൊണ്ടുവന്ന സംഭവത്തിനാണ് നമ്മൾ ഓഫർ ടു ക്രിയേറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ ആക്ച്വലി സെയിൽസ് അല്ല പറയുന്നത്, മെമ്പർഷിപ്പ് പ്ലാൻ. കൃത്യമായിട്ടൊരു മെമ്പർഷിപ്പ് പ്ലാൻ എടുത്താൽ എന്താ ഗുണം? നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കുകയാണ്. അതുകൂടാതെ എല്ലാ വർഷങ്ങളിലും അത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു പ്രോ മെമ്പർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആമസോണിൻ്റെ തന്നെ മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇനി മുതൽ നമ്മൾ ഏത് വർഷം ഫുള്ള് കൺസ്യൂം ചെയ്യുന്ന ഓൺലൈൻ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ആമസോണിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കും. പ്ലസ് ദേ ആർ ഗെറ്റിംഗ് ആൻ അഡീഷണൽ എമൗണ്ട്. കറക്റ്റ്. ഇത് ആണ് നമ്മുടെ എന്താ പറയേണ്ടത്, നമ്മുടെ ഈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓഫറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് കൂട്ടുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാനുകളായിരിക്കും നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. മെമ്പർഷിപ്പ് പ്ലാൻ ആകാം, അല്ലെങ്കിൽ പ്രോ വേർഷൻസ് കൊടുക്കലാവാം, ഡീലക്സ് വേർഷൻസ് കൊടുക്കലാവാം, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. ഇനി നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്നത് നമ്മൾ പ്രൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓഫറുകളാണ്. സാധാരണ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓഫറുകൾ ഇതാണ്, 50% ഓഫ്, ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ നമുക്ക് അത് മാത്രമല്ല ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മളെ പർപ്പസ് വെച്ചാൽ മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുക, മാക്സിമം സെയിൽസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇവിടെ നമുക്ക് 50% ഓഫേഴ്സ് കൊടുക്കാം, 50% ഓഫ്, 20% ഓഫ് എന്ന രീതിയിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്ന ഓഫർ കൊടുക്കാം. ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി നമ്മളെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള വ്യക്തികൾക്ക്, ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുള്ള വ്യക്തികൾക്ക്, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ സൂറ്റബിൾ ആവുന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ വ്യക്തികൾക്കാണ് ഈ ഒരു ഓഫേഴ്സ് കൊടുക്കട്ടെ. അല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഉള്ളവർക്ക് നമ്മൾ പ്രൈസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആർക്കാണ് ഇൻട്രൊഡക്ടറി നമ്മൾ ഈ ഒരു പറഞ്ഞ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് റിബേറ്റ്സ് കൊടുക്കാം, ഇൻട്രൊഡക്ടറി പ്രൈസ് കൊടുക്കാം, ഗ്രൂപ്പ് ഡിസ്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലൈക്ക് ലോയൽറ്റി പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രൈസ് കുറച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഓഫറാണ് നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഓഫർ. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഓഫർ ഉണ്ട്. ഇത് വളരെ എക്സൈറ്റിംഗ് ആണ്. നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ ഒരു ഫോൺ വാങ്ങിക്കണം, പക്ഷെ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ അറ്റ് ടൈമില്ല. അപ്പോൾ നമ്മളോട് സെയിൽസ്മാൻ പറയാണ്, നോ പ്രോബ്ലം സർ, വി ഹാവ് എൻ EMI. എന്താണ് സംഭവം? നമ്മൾ ഒരു പ്രൊഡക്റ്റ് നോർമൽ സെയിൽസ് എന്താണ്, വി ആർ പേയിങ് മണി ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ്, പക്ഷേ യു ആർ നോട്ട് പേയിങ് ദ ഫുൾ എമൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടേംസ്, ഈ ബൈയിങ് സെല്ലിംഗ് പ്രോസസ്സിൻ്റെ ടേംസ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കസ്റ്റമർ ഫ്രണ്ടിലേക്ക് മാറ്റി തിരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നു. ഈ ഒരു സംഭവത്തിനാണ് നമ്മൾ പറയുക ടേംസ് നമ്മൾ ആക്ച്വലി ഫേവറബിൾ ആക്കിക്കൊണ്ട് ചെയ്യുന്ന ഓഫേഴ്സുകൾ. നമ്മൾ ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഓഫർ ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുണ്ടാകും. ഈ മാസം നിങ്ങൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾ പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. ബൈ നോ പേ ലേറ്റർ, ഈ പറഞ്ഞ EMI ഓപ്ഷൻസ്, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ടേംസ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഓഫേഴ്സുകളാണ്. അപ്പോൾ നമ്മൾ മൊത്തം 4 കാറ്റഗറി ഓഫ് ഓഫേഴ്സ് കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 കാറ്റഗറി 4 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇനീഷ്യലി നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ റെസ്പോൺസ് കൂട്ടാനുള്ള ഓഫേഴ്സ് കൊടുക്കണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തികൾക്കാണെങ്കിൽ നമുക്ക് പ്രൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ കസ്റ്റമർ ഡൈ ഹാർഡ് ഫാൻസ് ആണ്, നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങൾ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അവർ ഭയങ്കര ഫാൻസ് ആണ്, നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ദെൻ യു ക്യാൻ ഗോ ഫോർ പ്രീമിയം വേർഷൻ. ആപ്പിൾ ചെയ്ത് കണ്ടിട്ടില്ലേ? ആപ്പിളിനകത്ത് നിങ്ങൾക്കറിയാം ഡൈ ഹാർഡ് ഫാൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പ്രീമിയം വേർഷൻ എടുക്കി കഴിഞ്ഞാലും എത്ര രൂപ കൂട്ടി കഴിഞ്ഞാലും പീപ്പിൾ വിൽ പ്രിഫർ ദാറ്റ് ഓൺലി. അവിടെയാണ് കളി മാറുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള കസ്റ്റമർ, നമ്മുടെ കമ്പനിയുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നോക്കിയിട്ട് ഓരോ ആൾക്കാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് ക്രാഫ്റ്റഡ്, ടൈലർ മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഓഫറുകൾ കൊടുത്താൽ മാത്രമേ അവർ സാറ്റിസ്ഫൈ ആവുള്ളൂ. അവർ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്ത് നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓരോ ഓഫറുകളും വളരെ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ 3 കാര്യം കൃത്യമായിട്ട് ക്രിയേറ്റ് ആൻ ഓഫർ, then provide enough information to understand the offer and provide enough tools to grab that offer എന്നുള്ള രീതിയിൽ ഈ 3 കാര്യങ്ങളും കമ്പൈൻ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കൊരു ബിസിനസ്സിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും ഓഫറുകളെ കുറിച്ച് പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.